ആ ഷോയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ആ ബിഗ് ബോസ് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. 100 ദിവസം നമ്മൾ ഒരുമിച്ച് കഴിയുന്നു, ഒരുമിച്ച് നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരു ടീമായിട്ട് നമ്മൾ സഹവസിക്കുന്നു, അതിലൂടെ നമ്മുടെ റിയൽ ഐഡന്റിറ്റി പുറത്തു വരുന്നു. അത് ഒരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ളൊരു ഞാൻ സ്റ്റാർ സിംഗർ സീസൺ 8 ലോഞ്ചിൻ്റെ സമയത്ത് ഞാൻ അതിലും ഈ ബിഹൈൻഡ് ദ സ്റ്റേജ് ആങ്കർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. ഒരു നമ്മളെ ഷോക്കാണെങ്കിൽ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന പോലെ എക്സാക്ട്ലി, അതായത് പെർഫോം ചെയ്യാൻ വരുന്ന ആർട്ടിസ്റ്റിനെ ഭയങ്കര കൂളാക്കിയിട്ട് അവരെ ഭയങ്കര ഒരു ബിഗ് ബോസിൽ ലാലായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് പ്രഷർ കുക്കർ സിനാരിയോ എന്ന്. പെർഫോം ചെയ്യാൻ പോകുന്നതിന് കണ്ടസ്റ്റൻസിന് എന്താ സംബന്ധിച്ചിടത്തോളം അവർ ലൈവ് ചെയ്യാൻ പോകുമ്പോൾ അവർക്കൊരു പുറത്തുനിന്ന് വരുമ്പോൾ ഒരു ഭയങ്കര പ്രഷർ പോയിന്റിലായിരിക്കും. ഇതിന് റിലാക്സ് ചെയ്യുന്നൊരു മൊമെൻറ്റ് സീസൺ 8 ലോഞ്ചിൻ്റെ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കോഫി മഗൊക്കെ വെച്ച് അവരോട് വളരെ ചില്ലായി വളരെ കൂളായി സംസാരിച്ച് ചെയ്ത് പാടാൻ പോണേ എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. ഇത് ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യ ഷെഡ്യൂളിൻ്റെ സമയത്താണ് ബിഗ് ബോസ് ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന സമയത്ത് ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ പോലും എനിക്കൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരു കോൾ ഇല്ല എങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞ വഴിക്കാണ് എനിക്കൊരു കോൾ വരുന്നത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് വൈകുന്നേരം എൻ്റെ 2 സുഹൃത്തുക്കൾ, എൻ്റെ ചേട്ടനെ സുരേഷ് ചേട്ടനും ജോഷി ചേട്ടനും വീട്ടിൽ വന്നിട്ട് ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്. അനിയത്തിയുടെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് വൈകുന്നേരം ഏട്ടാ. നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ, അതായത് ഇങ്ങനൊരു പരിപാടി എന്നുള്ളൊരു സാധനം ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഇങ്ങനൊരു കോള്, ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾ പോകാൻ താല്പര്യമാണോ എന്നുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നേർന്ന് ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു നമ്മള്. ഒരു എന്താ പറയാ, അതില് ആരെങ്കിലുമൊക്കെ നമ്മള് സമീപിക്കൂലോ, നമ്മൾ കോണ്ടാക്ട് നമ്പർ ഇട്ട് വിളിക്കും. അങ്ങനെയുള്ള ആയിരങ്ങളുണ്ട്. ആൻസർ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരാളുണ്ട്, ഞാൻ പറയാം. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് എന്താ ഈ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ച് നമ്മള് ചാനലില് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നു, ചെറിയ സിനിമകൾ ചെയ്യുന്നു, പിന്നെ സീരിയലില് സുപരിചിതനാണ്, ഏഷ്യാനെറ്റിലെ ഒരുപാട് പേരെ പരിചിതമാണ്. അപ്പോ അവരെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടെന്ന് ഏഷ്യാനെറ്റിലെ ക്രൂവിന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വിളിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നല്ല, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ നിങ്ങളൊരു ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ഇതിനെ ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കൊരു അവസരം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഷാർപ്പൺ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നാളെ അബദ്ധത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റാതെയാവും. ഇത് തുരുമ്പ് പിടിച്ച് ഇത് ആ സമയത്ത് ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ വീഴില്ല.